ഹായ് ഹലോ നമസ്കാരം. പള്ളിച്ചട്ടമ്പി സിനിമയുടെ റിവ്യൂയിലേക്ക് കിടക്കാവേ. പള്ളിച്ചട്ടമ്പി സിനിമ ഒരു ആക്ഷൻ ഡ്രാമ മൂവിയാണ്. നമ്മുടെ ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് സുരേഷ് ബാബു എഴുതിയ ടോവിനോ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു സിനിമയാണ് പള്ളിച്ചട്ടമ്പി. 1950കളിലെ കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, സഭ, രാഷ്ട്രീയ സംഘർഷം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കെട്ടുകഥയാണ് ഈ സിനിമയിലുള്ളത്. സിനിമയുടെ ടെക്നിക്കൽ ഭാഗത്തെ പറ്റി പറയുകയാണെങ്കിൽ സിനിമാറ്റോഗ്രാഫി വിഷ്വൽസ് ഒക്കെ വളരെ ഗംഭീരമായിരുന്നു. മ്യൂസിക് ആൻഡ് BGM ഒക്കെ കൊള്ളായിരുന്നു. പോസിറ്റീവ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ടോവിനോയുടെ ഭാഗം ഗംഭീരമാക്കിയിരുന്നു. ടോവിനോയുടെ ഒരു ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലൊരു ക്യാരക്ടറായിരുന്നു. അത് സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ ടോവിനോ സൂപ്പറായിരുന്നു. അതുപോലെ അതിനകത്ത് കുറെ കുട്ടികളൊക്കെ വന്നിരുന്നു, അവരൊക്കെ നന്നായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ അതിനകത്തൊരു സർപ്രൈസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഡേ തന്നെ സിനിമ കാണാൻ പോയവർക്കൊക്കെ സർപ്രൈസ് കിട്ടും. അല്ലാത്തവരൊക്കെ മിക്കവാറും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കമന്റ്സിലൂടെയും. റിവ്യൂ പറയുന്ന ആരും പറയില്ല, പക്ഷെ ചിലർ കമന്റ്സിലൊക്കെ വന്ന് പറയുന്ന കാരണം അത് ചിലപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പോയതുകൊണ്ട് എന്തായാലും എനിക്കത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി സത്യത്തിൽ. അത് നല്ലൊരു ഭാഗമായിരുന്നു. പിന്നെ കുറേ ആൾക്കാർക്ക് ഈ സിനിമ ഒട്ടും ഇഷ്ടമായില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയില്ല, എൻ്റെ അഭിപ്രായത്തിൽ കൊള്ളായിരുന്നു. നല്ല മൂവിയാണ്. എന്നാൽ ഭയങ്കര ഗംഭീര മൂവിയൊന്നുമില്ല, കുഴപ്പമില്ല, കണ്ടിരിക്കാം. പൈസ നഷ്ടമാവത്തില്ല പോയാൽ. അതുപോലത്തെ ഒരു മൂവി. കാരണം കണ്ട് ഇങ്ങനെ ഇരിക്കാം. കുറച്ച് എൻഗേജ്ഡ് ആക്കി തന്നെ ഇരുത്തുന്നുണ്ട്. ടോവിനോ നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു, ഞാൻ ടോവിനോ ഫാനാണ്, ടോവിനോ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു മൂവി തന്നെയാണ്. പൈസ നഷ്ടമാവൂല. വൺ ടൈം വാച്ചേ ഉള്ളൂ. പക്ഷെ എന്നാലും എല്ലാവരും മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കണം. ക്ലൈമാക്സ് ഒന്നും വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും തരുന്നില്ല. കുറെ എപ്പിക്കാക്കാൻ അവർ ശ്രമിച്ചെങ്കിലും അതങ്ങോട്ട് വർക്കായിട്ടില്ല. അപ്പൊ ഞാൻ ഈ സിനിമയ്ക്ക് ഒരു റേറ്റിംഗ് കൊടുക്കുവാണെങ്കിൽ ഒരു 3 out of 5. അപ്പൊ എല്ലാവരും പോയി കാണാം. ബൈ.